ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. രാഷ്ട്രീയം, സാമൂഹ്യം, പരിസ്ഥിതി തുടങ്ങിയ നിരവധി വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനിടയ്ക്ക് ജനങ്ങളുടെ പ്രതിസന്ധികൾ, പ്രതിഷേധങ്ങൾ, അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം അതല്ല. ശബരിമല സംഗമം എന്തിനു നടത്തിയോ അത് സാധിച്ചു കഴിഞ്ഞു. ശബരിമല വികസനവും മറ്റു കാര്യങ്ങളും 13,000 കോടിയൊക്കെ അവിടെ നിൽക്കട്ടെ. കേരള രാഷ്ട്രീയത്തിലെ ജാതി മത രാഷ്ട്രീയ കാർഡുകളെ ഒന്ന് കീഴ്മേൽ മറിക്കുക എന്നുള്ളതായിരുന്നു ഈ ശബരിമല സംഗമം പോലുള്ള കാര്യങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നേടിയിട്ടുണ്ട്. എന്താണ് നേടിയത്? NSS BJP യുമായിട്ടുള്ളൊരു കുറച്ചുകൂടെ അകലത്തിലേക്ക് പോയി. അല്ലെങ്കിൽ BJP അവിടെ പോകാതിരുന്നത് ശരിയായില്ല. കേന്ദ്ര ഗവൺമെൻറ് BJPക്ക് വേണ്ടി BJPയോടൊപ്പം നിന്ന് ശബരിമലയിൽ ഒന്നും ചെയ്യാത്ത ശരിയായില്ല. അത്തരം ആരോപണങ്ങൾ NSSൻ്റെ സുകുമാരൻ നായർ പറയുന്നു. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വളരെ കൃത്യമായി പറയുന്നത് പിണറായി വിജയൻ ഒരു നല്ല വിശ്വാസിയാണ്, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്, അധികാരത്തോടൊപ്പം നിൽക്കുന്നതാണ് വളരെ നല്ല കാര്യമായിട്ടുള്ളത്, ഇറച്ചിയുള്ളിടത്ത് മാത്രമേ കത്തി കൊണ്ട് പോയി വെട്ടിയിട്ട് കാര്യമുള്ളൂ, എല്ലിൽ വെട്ടിയിട്ട് കാര്യമില്ല, കത്തി ഒടിഞ്ഞു പോകും, കൈയും വേദനിക്കും, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെ പറഞ്ഞ് NSSും SNDPയും ശബരിമല വിഷയത്തിൽ ഗവൺമെൻറ്റിനോട് അടുക്കുകയാണോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നായർ ഈഴവ വോട്ടുകളിൽ അത് സ്വാധീനിക്കുമോ? അത് നേരത്തെ മുസ്ലിം വോട്ടുകളെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിടത്തുനിന്ന് മാറി ഈ വോട്ടുകളിലേക്ക് ഇത് മാറുമോ എന്നുള്ളതാണ് പുതിയ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രസകരമായൊരു കാര്യമാണ്. NSSും SNDPയും LDF പക്ഷത്തേക്ക് ചാഞ്ഞോ, അങ്ങനെ നടക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വളരെ വലിയ രാഷ്ട്രീയ മാനങ്ങളാണുള്ളത്. UDFനെ ശക്തമായിട്ടാണ് NSSും കുറ്റം പറഞ്ഞിട്ടുണ്ട്, SNDPയും കുറ്റം പറഞ്ഞിട്ടുണ്ട്. NSS പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് UDF പങ്കെടുത്തില്ല, സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ UDF പങ്കെടുക്കണ്ടേ പങ്കെടുക്കാതിരുന്നത് ശരിയായില്ല എന്ന്. NSSും പങ്കെടുക്കാതിരുന്നത് ഒരു കാരണവശാലും ശരിയായില്ല. അവർ പങ്കെടുക്കാത്തത് മുസ്ലിം സമുദായത്തോടും ക്രിസ്ത്യൻ സമുദായത്തോടൊക്കെ ഉള്ള മമത കൊണ്ടാണെന്നും, എന്തിന് പങ്കെടുക്കുന്നു, ഇത് ഹിന്ദു പാർട്ടിയൊന്നുമല്ലല്ലോ, ഹിന്ദുക്കളെ സഹായിക്കുന്നവരല്ലല്ലോ കോൺഗ്രസ് എന്നുള്ള നിലയിലുള്ള ആക്ഷേപവുമാണ് വെള്ളാപ്പള്ളി നടേശൻ പുറത്തു വച്ചത്. അപ്പോൾ വളരെ വലിയ ആക്ഷേപമാണ് നമുക്ക് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആക്ഷേപത്തിൽ ഇതിൻ്റെ രാഷ്ട്രീയ നേട്ടം LDF കൊയ്യുമോ അല്ലെങ്കിൽ മുതലാക്കുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അതേ സമയം തന്നെ അങ്ങനെ LDF മുതലാക്കാൻ നിൽക്കുമ്പോൾ തന്നെ UDF എന്ത് തന്ത്രമാണ് പ്രയോഗിക്കുക, BJP എന്ത് തന്ത്രമാണ് പ്രയോഗിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. രണ്ട് വിഷയങ്ങളിൽ നമ്മുടെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിഷയത്തിലും സംഘപരിവാറും BJP ആയിട്ടൊക്കെ ചെറിയ അലോസരമൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ മാറ്റിയെടുത്തു. അതേസമയം അടുത്താണ് ശബരിമല വിഷയം വന്നു. ശബരിമല വിഷയത്തിൻ്റെ പേരിൽ വിശ്വാസി സംഗമം നടത്തി. തൊട്ടടുത്ത ദിവസങ്ങളിൽ വിശ്വാസി സംഗമം നടത്തിയതും ശരിയായില്ല എന്നുള്ളൊരാക്ഷേപവും NSSൻ്റെയും SNDPയുടെ ഭാഗത്തു നിന്നൊക്കെ വന്നു. പിന്നെ നടത്തിയത് നല്ലതാണെന്നുള്ള അഭിപ്രായവും വന്നു. രണ്ട് കോൺഗ്രസിൽ രണ്ട് അഭിപ്രായം വന്നു. നടത്തിയത് ശരിയല്ല എന്നുള്ള അഭിപ്രായം വന്നു, നടത്തിയത് കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായം വന്നു. എന്തായാലും വളരെ വിഷയം സമദൂര സിദ്ധാന്തമൊക്കെ വിട്ടിട്ട് വിഷയാധിഷ്ഠിതമായ പ്രശ്നാധിഷ്ഠിത സിദ്ധാന്തത്തിലേക്ക് നമ്മുടെ NSS സുകുമാരൻ നായർ മാറിയോ? സമദൂരം പോയി പ്രശ്നാധിഷ്ഠിത നിലപാടിലേക്ക് അവർ വന്നോ? ഓരോ പ്രശ്നങ്ങളെ അധിഷ്ഠാനമാക്കിയിട്ടുള്ള നിലപാടുകളിലേക്കാണോ അവർ വരുന്നത്? SNDP പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തോടൊപ്പം നിൽക്കുക, പരമാവധി കാര്യങ്ങൾ വാങ്ങി ഞങ്ങളുടെ സമൂഹത്തിന് കൊടുക്കുക, വ്യക്തിപരമായിട്ടല്ല സമൂഹത്തിന് കൊടുക്കുക, അതാണ് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. കാരണം എപ്പോഴും അധികാര ഭാഗങ്ങളിൽ നിന്നിട്ടാണല്ലോ കാര്യങ്ങൾ നേടേണ്ടത്. അല്ലാതെ പുറത്തു നിന്ന് വെറുതെ ആദർശ രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. നമുക്ക് അധികാരത്തിലാണ് ആളുകളിൽ നിന്ന് വസ്തുക്കളൊക്കെ പിടിച്ചു വാങ്ങേണ്ടത്. അത് രാഷ്ട്രീയമല്ലല്ലോ, അത് മറ്റൊരു തരത്തിലുള്ള സാമുദായിക പ്രവർത്തനം, സമുദായ സംഘടനകൾ അങ്ങനെ തന്നെയാണ് നിൽക്കേണ്ടതെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് വെള്ളാപ്പള്ളി നടേശൻ അവർക്കുള്ളത്. NSSൻ്റെ കാഴ്ചപ്പാട് വേറെയാണ്. എന്തായാലും ഈ രണ്ട് വൈരുദ്ധ്യമായ കാഴ്ചപ്പാടിനെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകാൻ പിണറായി വിജയന് കഴിയുന്നുണ്ട്. അത് LDF നേടുമോ, UDF വാഴുമോ വീഴുമോ?